പീരിയോഡിക് വിൻഡ്സിലെ അതായത് കാലിക വാദങ്ങളിൽ ഡ്യൂറണൽ വിൻഡ് ദൈനംദിനം ആവർത്തിക്കുന്ന കാറ്റുകൾ ഏതെല്ലാമെന്ന് നോക്കാം. ലാൻഡ് ആൻഡ് സീ ബ്രീസ്, കരക്കാറ്റും കടൽക്കാറ്റും. അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് ഡിഫറെൻറ്റ് ഡ്യൂറിങ് ഡേ ആൻഡ് നൈറ്റ് അറ്റ് ദ സെയിം പ്ലേസ്. ഒരേ പ്രദേശത്ത് തന്നെ രാത്രിയും പകലും അനുഭവപ്പെടുന്ന അന്തരീക്ഷമർദ്ദം വ്യത്യസ്തമായിരിക്കും. സിമിലർലി, ദ റിയാക്ഷൻ ഓഫ് ലാൻഡ് ആൻഡ് സീ ടു സൺസ് ഹീറ്റ് ഈസ് ആൾസോ നോട്ട് യൂണിഫോം. കരയും കടലും സൂര്യതാപത്തോട് പ്രതികരിക്കുന്നത് ഒരുപോലെയല്ല. ദ ലാൻഡ് ഹീറ്റ്സ് അപ്പ് ആൻഡ് കൂൾസ് ഡൗൺ ക്വിക്ക്ലി, whereas the sea gets heated up slowly and can retain the heat for a long period of time. കര പെട്ടെന്ന് ചൂടാവുകയും പെട്ടെന്ന് തന്നെ തണുക്കുകയും ചെയ്യും. എന്നാൽ കടൽ സാവധാനമേ ചൂടാവുകയുള്ളൂ. ലഭിക്കുന്ന ചൂട് ഏറെ നേരം നിലനിർത്താനും കഴിയും. അതായത് സാവധാനമേ തണുക്കുകയുള്ളൂ. The air in contact with the land also gets heated up and ascends as the land heats up quickly during the daytime. പകൽ സമയം കര പെട്ടെന്ന് ചൂടുപിടിക്കുന്നതിൻ്റെ ഫലമായി കരയോട് ചേർന്ന് കിടക്കുന്ന വായു ചൂടായി ഉയരുന്നു. ദിസ് ലീഡ്സ് ടു ദ ഫോർമേഷൻ ഓഫ് ലോ പ്രഷർ ഓവർ ദ ലാൻഡ്. ഇതാ പ്രദേശത്തിന് മുകളിൽ ന്യൂനമർദ്ദം രൂപം കൊള്ളുന്നതിന് കാരണമാകുന്നു. വിച്ച് കോസസ് ദി കമ്പാരിറ്റീവ്ലി കൂളർ എയർ ടു ബ്ലോ ഫ്രം ദി സീ. താരതമ്യേന തണുത്ത വായു കടലിനു മുകളിൽ നിന്ന് തീരത്തേക്ക് വീശുന്നു. ഈ ഇളം കാറ്റുകളാണ് കടൽക്കാറ്റ്, അതായത് സീ ബ്രീസ് എന്ന് അറിയപ്പെടുന്നത്. As the land cools faster than the sea during the night, it would be high pressure over the land and low pressure over the sea. രാത്രികാലങ്ങളിൽ കര കടലിനെ അപേക്ഷിച്ച് പെട്ടെന്ന് തണുക്കുന്നതുമൂലം കരയുടെ മുകളിൽ ഉച്ചമർദ്ദവും കടലിനു മുകളിൽ ന്യൂനമർദ്ദവും ആയിരിക്കും. This results in the movement of air from the land to sea. ഇത് കരയിൽ നിന്ന് കടലിലേക്ക് കാറ്റ് വീശുന്നതിന് ഇടയാക്കും. This is the land breeze, കരക്കാറ്റ്. The land breeze, which starts blowing at night, becomes active early in the morning and ceases by sunrise. കരക്കാറ്റ് രാത്രിയോടെ ആരംഭിച്ച് പുലർക്കാലത്തോടെ സജീവമാവുന്നു, സൂര്യോദയത്തോടെ അവസാനിക്കുന്നു. മൗണ്ടെയിൻ ആൻഡ് വാലി ബ്രീസ്, പർവ്വതക്കാറ്റും താഴ്വരക്കാറ്റും. These winds experienced in mountains regions that are well above the sea level. സമുദ്രനിരപ്പിൽ നിന്ന് ഏറെ ഉയർന്ന പർവ്വത മേഖലകളിൽ അനുഭവപ്പെടുന്ന കാറ്റുകളാണിവ. വാലി ബ്രീസ് അഥവാ താഴ്വരക്കാറ്റ്. ഡ്യൂറിങ് ദ ഡേ ടൈം ദ എയർ എബവ് ദ മൗണ്ടെയിൻസ് ഗെറ്റ്സ് ഹീറ്റഡ് ആൻഡ് റൈസസ് അപ്പ്. പകൽ സമയത്ത് പർവ്വതമുകളിലെ വായു ചൂട് പിടിച്ച് ഉയർന്ന് പൊങ്ങുന്നു. As a result, the wind blows up slope from the valley with a relatively lower temperature. താരതമ്യേന ചൂട് കുറഞ്ഞ താഴ്വരയിൽ നിന്ന് മുകളിലേക്ക് പർവ്വതച്ചെരിവുകളിലൂടെ കാറ്റ് വീശുന്നു. ഇതാണ് വാലി ബ്രീസ് അഥവാ താഴ്വര കാറ്റ്. മൗണ്ടെയിൻ ബ്രീസ്, പർവ്വതക്കാറ്റ്. ഡ്യൂറിങ് നൈറ്റ് ദ എയർ ഇൻ ദി മൗണ്ടനിയസ് region cools due to the intense cold conditions in that region. രാത്രികാലങ്ങളിൽ പർവ്വത പ്രദേശങ്ങളിലെ തണുപ്പ് മൂലം വായു തണുക്കുന്നു. As cool air is dense, it blows towards the valley. തണുത്ത വായുവിന് ഭാരം കൂടുതലായതിനാൽ അത് താഴ്വാരത്തേക്ക് വീശുന്നു. ഇതാണ് മൗണ്ടെയിൻ ബ്രീസ് അഥവാ പർവ്വതക്കാറ്റ്.